ഹലോ ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇതാ രാവിലെ മുതലുള്ള കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, നോമ്പിനിട്ടതാണ്. പിന്നെ ഇങ്ങനെ എടുത്ത് വെച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും അപ്ലോഡ് ചെയ്യലില്ല, ഒക്കെ ഇങ്ങനെ ലിസ്റ്റിലിട്ടിട്ട് വെക്കലാണ്. ഇനി രാവിലെ മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നൂൽപുട്ടും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നൂൽപുട്ടിൻ്റെ സ്റ്റാൻഡിൻ്റെ കാര്യം, അത് ഞാൻ റംസാനിക്ക് വാങ്ങിച്ചതാണ്. 6-7 വർഷമായി ഞാൻ ഇഡ്ഡലിച്ചെമ്പിലാണ് നൂൽപുട്ടും ഇഡ്ഡലിയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ റംസാനിക്കാണ് ഈ സ്റ്റാൻഡും 3 തട്ടുള്ള സ്റ്റാൻഡ് നല്ല അടിപൊളിയായിട്ട് നൂൽപുട്ട് ചുട്ടെടുക്കുക കേട്ടോ. പിന്നെ മാവ് നമ്മൾ ഒന്നും കൂടി മാവ് ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നൂൽപുട്ട് അടിപൊളിയായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് വെന്ത് കിട്ടുമ്പോൾ പല രീതിയിലായിരിക്കാം. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്ക് ഉള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2-3 മാങ്ങ ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് അച്ചാറിടാമെന്ന് വെച്ചിട്ടാണ്. സിമ്പിളായിട്ട് ഒരു അച്ചാർ എല്ലാവരും ഇപ്പോൾ ചെയ്യണത് തന്നെയാണ്. മാങ്ങയും കൊണ്ട് പല ഐറ്റംസുകൾ ഉണ്ടാക്കാമല്ലേ. നമ്മൾ ഫസ്റ്റിലൊക്കെ ഒരു അച്ചാർ മാത്രം ഉണ്ടാക്കും. പച്ചയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുക, പിന്നെ പഴുത്തതും കൊണ്ടാകുമ്പോൾ അങ്ങനെ പച്ചയും കൊണ്ട് ജ്യൂസ് അടിക്കണോ, പഴുത്തയും കൊണ്ട് ജ്യൂസ് അടിക്കും. പല സംഭവങ്ങൾ മാവൊക്കെ ഉള്ളവർക്ക് നല്ല ഒരുപാട് ഐറ്റംസുകൾ മാങ്ങ സീസണിലൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത് അധികം പുളിയൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണ് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്, കാരണം അതിനുള്ള തന്നെ ഉള്ളു ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സ്കൂളിലുള്ള ടൈമാണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പണിയൊരുങ്ങും. ചോറും കറിയൊക്കെ, ചോറ് പെട്ടെന്ന് തന്നെ ആവും. ഇപ്പോൾ സ്കൂളില്ലല്ലോ, അപ്പോൾ പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് മതി. അപ്പോൾ അതാ മക്കളൊക്കെ കളിക്കുകയാണ് കേട്ടോ. കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ നമ്മുടെ കളികളൊക്കെ ഉണ്ടല്ലോ, ചാക്കൊക്കെ വിരിച്ച് അടിച്ച് വൃത്തിയാക്കിയിട്ട് ചാക്കൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ചിലർ പിടിയ കച്ചവടമായി കളിക്കും, ചിലർ ചോറും, പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ ചോറും കറിയൊക്കെ വെച്ച് കളിക്കുക. അങ്ങനെയൊക്കെ ആ റബ്ബറിലൊരു സൈഡിൽ തണുപ്പുള്ളതുകൊണ്ടേ ആയിട്ടൊക്കെ അവിടെ ഇരിക്കണം കളിക്കണം എന്നൊക്കെ പണ്ട് അങ്ങനെ പോയിക്കുകയാണ്. കുറച്ച് നേരം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ തല്ലുവടിയൊക്കെ കൂടിയിട്ടൊക്കെ പിരിയും. അപ്പോൾ അത് മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് അത് അച്ചാറാക്കി റെഡിയാക്കി എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഇന്നൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, ഇപ്പം തന്നെ തീരും. കുറച്ച് പഞ്ചസാരയും അച്ചാർപ്പൊടിയും സുർക്കയും കടുകും ഇത്തിരി ഉലുവയും വേപ്പിൻ്റെ ഇലയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുള്ളൊരു അച്ചാർ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ചനച്ചതായതുകൊണ്ട് അതിൻ്റെ മധുരം ഉണ്ടാവും. പിന്നെ അതാ ചൂല് ഓല ഉണ്ട് കേട്ടോ. അപ്പോൾ മുറ്റടിച്ചു വരണമെങ്കിൽ ഇർക്കിളി ചൂല് വേണം, സാധാ മറ്റേ ടൈൽസും അടിച്ചു വരുന്ന ചൂല് പറ്റില്ലല്ലോ, അതുണ്ട്. അപ്പോൾ 2-3 ഓല ഉണ്ട്. അപ്പോൾ അത് ചീന്തിരിക്കുകയാണ്. എൻ്റെ തോഹക്കാന്ന് വെച്ചാൽ അത് തേ പറ്റുള്ളൂ, കൈ മുറിയുള്ളൂ. മതി മതി ഒരു വട്ടം മതി, എന്നിട്ട് മതിയാക്കാം. ക്യാമറ ഇതാവും നോക്കട്ടെ, അങ്ങനെ ടച്ച് വന്നോളി. അവിടെ കയറി ഇരിക്കണേ, ഈ എന്താ അവിടെ കയറി ഇരിക്കണേ? ഇറങ്ങി വാ. അപ്പോൾ അതാ ചോറൊക്കെ തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് വാങ്ങിയിട്ട് ഊറ്റി വെക്കണം. പിന്നെ 2 പപ്പടം കൂടിയും പൊരിച്ചെടുക്കുകയാണ്. ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, അവന് പറയാതെ വന്നതാണ്. എന്നാലും അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.